ഇടതുപക്ഷ സർക്കാരിന് എന്ത് പ്രശ്നമുണ്ടായാലും ഉടനടി അതിന് മറുപടിയുണ്ട്. ഒന്നുകിൽ സിസ്റ്റത്തിൻ്റെ തകരാറ്, അല്ലെങ്കിൽ ചെറിയ ഒരു കൈപ്പിഴ. ജനവികാരം വലിയ തോതിൽ എതിരാണ് എന്ന് കണ്ടാൽ കമ്മീഷൻ വയ്ക്കുക, അല്ലെങ്കിൽ 2-3 പേരെ സസ്പെൻഡ് ചെയ്യുക. എല്ലാം ക്ലിയറായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളെ സംബന്ധിച്ചാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് 5 വർഷത്തിന് ശേഷമാണ് സർക്കാരിൻ്റെ ഒരു കത്രിക കണ്ടെത്തിയത്. അതിനെ ന്യായീകരിക്കാനോ നീതീകരിക്കാനോ ഒരു സർക്കാരിനും കഴിയില്ല. എങ്കിലും അതിന് ഒരു നീതീകരണം സർക്കാർ നൽകുകയുണ്ടായി. ഈ സംഭവം നടന്നത് കോവിഡ് കാലത്താണ്. അക്കാലത്ത് ജീവനക്കാരെ കിട്ടാൻ എളുപ്പമായിരുന്നില്ല. അങ്ങനെ സംഭവിച്ചതാകാനാണ് സാധ്യത. എന്തായാലും സംഭവിച്ചു. ആ സ്ത്രീ 5 വർഷം വലിയ വേദന അനുഭവിച്ചു. പല ആശുപത്രികളിലും വേദനയെ ചൊല്ലി എത്തി. അവരൊക്കെ പറഞ്ഞത് അത് മൂത്രത്തിൽ കല്ലിൻ്റെ ഉപദ്രവം കൊണ്ടായിരിക്കുമെന്നാണ്. ഈ ഡോക്ടർമാർ എവിടെയാണ് പഠിച്ചത്? നല്ലവരായി പഠിച്ചവരാണെങ്കിലും എങ്ങനെയാണ് അവർ പരിശോധിച്ചത്? എന്തുമാത്രം പരിശോധനാ സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്? എന്തെങ്കിലും പ്രയോജനപ്പെടുത്തിയോ? ഇത് ആലപ്പുഴയിലെ ആ സ്ത്രീയുടെ കാര്യത്തിൽ മാത്രമല്ല. തൊട്ടടുത്ത ദിവസം തന്നെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ കൈ മുറിവുമായി എത്തിയ ഒരാളുടെ കൈ തുന്നിക്കെട്ടിയപ്പോൾ അതിന് ഉള്ളില് കുപ്പിച്ചില്ലുകൾ ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടും നമ്മൾ കണ്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലുമൊക്കെ സമീപകാലത്തുണ്ടായ അപകടങ്ങൾ ഇതിന് പുറമേ ഉള്ളതാണ്. സർക്കാർ ആശുപത്രികളെ ജനങ്ങൾ സമീപിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവിടുത്തെ ചികിത്സ സാമാന്യേന സൗജന്യമാണ്. അപ്പോഴങ്ങനെയല്ല എന്ന് പറയുന്നവരുമുണ്ട്. രണ്ടാമത്തേത്, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാര് കൂടുതൽ വൈദഗ്ധ്യമുള്ളവരാണ്. അവര് കൂടുതൽ പഠിപ്പുള്ളവര് എന്നല്ല അതിനർത്ഥം. 100 കണക്കിന് രോഗികളെ എല്ലാ ദിവസവും കാണുന്നവരെന്നുള്ള നിലയിൽ അവരുടെ അറിവും അനുഭവ സമ്പത്തും വർദ്ധിക്കുകയാണ്. എങ്കിലും പൊതുവെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവര് സാമ്പത്തിക ഭദ്രത തീരെ കുറഞ്ഞവരാണ്. അവരുടെ ഏക ആശ്രയമാണ് സർക്കാർ ആശുപത്രികൾ. അവിടെ നല്ല സേവനം ലഭിക്കുന്നുണ്ട്. അതിവിദഗ്ധരായിട്ടുള്ള പിശങ്കുരന്മാരുണ്ട്. എങ്കിലും അവർക്കിടയിലും ഒറ്റപ്പെട്ട വില്ലന്മാരുണ്ട്. അവരാണ് സർക്കാരിൻ്റെ ഇമേജ് തകർക്കുന്നത്, ഡോക്ടർമാരുടെ മഹിമ നശിപ്പിക്കുന്നത്. സിസ്റ്റത്തിൻ്റെ തകരാറും ചികിത്സയായതുകൊണ്ട് മാനുഷികമായി സംഭവിക്കാവുന്ന പിശകുകളും നീതീകരിക്കാതെ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതിന് മേലുദ്യോഗസ്ഥന്മാര് മുൻഗണന നൽകുക എന്നുള്ളതാണ് പരിഹാരം.